പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെഗബി. ഞാൻ അഷിക് ജോയ്. ഗരബന്താൾ വാർണിംഗ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഗരബന്താൾ വാർണിംഗ് എന്നുള്ളത്? ഗരബന്താൾ മുന്നറിയിപ്പ്. അത് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ ഈ ഗരബന്താൾ വാർണിങ്ങിനെ പറ്റി പറയുന്നതിന് മുൻപ്, ആസ് യൂഷ്വൽ, ലെറ്റ് us begin with a prayer. Pater noster qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum da nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഗരബന്താൾ മുന്നറിയിപ്പ്. 1961 ജൂലൈ മാസം 2-ാം തീയതി പരിശുദ്ധ കന്യക മറിയം സ്പെയിനിലെ ഗരബന്താൾ എന്ന് പറയുന്ന ഗ്രാമത്തിലെ 4 കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിലൊരു വിഷണറിയുടെ പേരാണ് കൊഞ്ചിത. ഈ ദർശകർക്ക് മാതാവ് ഒരുപാട് സന്ദേശങ്ങൾ നൽകുകയുണ്ടായി. ആ സന്ദേശത്തിൻ്റെ കൂട്ടത്തിൽ ലോകം മുഴുവനെയും ബാധിക്കാൻ പോകുന്ന ഒരു മഹാസംഭവത്തെക്കുറിച്ച് മാതാവ് അന്ന് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അത് ഗരബന്താളിൽ പറഞ്ഞതുകൊണ്ടും ആ പറഞ്ഞ സംഭവം മനുഷ്യവംശത്തിനുള്ളൊരു വാർണിംഗ് ആയതുകൊണ്ടും ഇതിനെ ഗരബന്താൾ വാർണിംഗ് എന്ന് പൊതുവെ വിളിക്കുന്നു. കേരളത്തിൽ ഈ ഗരബന്താൾ വാർണിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരെ ഒരുക്കുന്ന ഒരേ ഒരു വൈദികനെ പബ്ലിക്കായിട്ടുള്ളൂ. അത് ഫാദർ ജോൺ മാത്യു എന്ന് പറയുന്ന വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ആ പേരിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. വർഷങ്ങളായിട്ട്, മാസങ്ങളായിട്ട് അച്ഛൻ ഈ ഒരു സംഭവത്തിന് വേണ്ടി ആൾക്കാരെ ഒരുക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ ഈശോയുടെ കുരിശു മരണത്തിന് ശേഷം അല്ലെങ്കിൽ ഉദ്ധാനത്തിന് ശേഷമുള്ള ഒരു മഹാസംഭവമായിരിക്കും ഈ ഒരു ഗരബന്താൾ വാർണിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ പറയാൻ ഉള്ള സംഭവമാണ്. ഞാൻ ഷോർട്ടായിട്ട് പറയാം. ഒരുപക്ഷെ ഈ എപ്പിസോഡിൽ തീരില്ലായിരിക്കും. ഞാനത് തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഞാനത് പറയാം. സോ, എന്തിനാണ് ഗരബന്താൾ വാർണിംഗ്? ഇത്രയേ ഉള്ളൂ ഉത്തരം. അന്ന് നോഹയുടെ കാലത്ത് തിന്മ ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ ദൈവം ഒരു ജലപ്രളയം വഴി ആ തിന്മയെ തടഞ്ഞു നിർത്തി, നവീകരിച്ചു. ഇന്ന് നോഹയുടെ കാലത്തിനേക്കാളും പരിതാപകരമാണ് അവസ്ഥ. അന്ന് നോഹയുടെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാളും എത്രയോ മടങ്ങ് തിന്മകൾ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. ചിലപ്പോൾ ഇതെല്ലാം കണ്ട് മനസ്സ് മടുത്തിരിക്കുന്നവരായിരിക്കും നമ്മൾ. പല തിന്മകൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ നമ്മുടെ ശബ്ദം എവിടെയും എത്തുന്നില്ല. ആർക്കും വേണ്ടിയും ശബ്ദിക്കുന്നില്ല. ഗർഭചിത്രങ്ങൾ വർദ്ധിക്കുന്നു ലോകം മുഴുവനും. കൊലപാതകങ്ങൾ, വ്യഭിചാരങ്ങൾ, അശ്ലീല സാഹിത്യങ്ങൾ, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ ആർക്കും ഒന്നിനും കൺട്രോളില്ല. ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്ന അവസ്ഥ. ഈ സമയത്ത് നമ്മൾ പറയത്തില്ല, എൻ്റെ ദൈവമേ, നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കില്ലേ? ദൈവം കാണുന്നുണ്ട് എന്ന് ദൈവം മറുപടി തരുന്ന ഒരു ദിവസമാണ് ഗരബന്താൾ വാർണിംഗ്. എപ്പോഴും പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കുമ്പസാരിക്കുന്നു, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നു, നിനക്കൊന്നും വേറെ പണിയില്ലേ? ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? കുറച്ചൊക്കെ നമ്മൾ ഇത്തിരി പാപം ചെയ്തെന്ന് വെച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നു. എന്തിനാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നത്? എന്ത് കിട്ടാനാണ്? ഈ ഭൂമിയിലല്ലേ നമ്മൾ ആഘോഷിച്ച് ജീവിക്കേണ്ടത്? ഇതിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് എന്താണ് പ്രൂഫ്? ഇതിനെല്ലാം ദൈവം തരാൻ പോകുന്ന ഒരു ആൻസറാണ് ഗരബന്താൾ വാർണിംഗ്. അതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് ഏറ്റവും സന്തോഷിക്കാനുള്ളൊരു ദിവസമാണ് ഈ ഗരബന്താൾ വാർണിംഗ് നടക്കുന്ന ദിവസം എന്ന് പറയുന്നത്. എന്താണ് ഗരബന്താൾ വാർണിങ്ങിൻ്റെ സമയത്ത് സംഭവിക്കാൻ പോണത്? 1961 മാതാവ് ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ആൾക്കാർ നോക്കി നിൽക്കെ 2 നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ കോമറ്റ്സ് ആകാശത്ത് വെച്ച് കൂട്ടിമുട്ടും. ഇത് നമ്മുടെ ഭൂമിക്ക് വെളിയിലായിരിക്കും സംഭവിക്കുക. എന്നാൽ ഈ കൂട്ടിമുട്ടുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളൊന്നും ഭൂമിയിലോട്ട് വീഴുകയില്ല. ഈ കൂട്ടിമുട്ടുന്ന സമയത്ത് ജനമെല്ലാം ആകാശത്തിലോട്ട് നോക്കി നിൽക്കും. കാരണം ഇന്നേ വരെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് മനുഷ്യർ നക്ഷത്രങ്ങൾ കൂട്ടിമുട്ടുന്നത് കണ്ടിട്ടില്ല. ടെലിസ്കോപ്പൊക്കെ യൂസ് ചെയ്യണം. അത്രമാത്രം പ്രകാശത്തോടു കൂടിയും ശബ്ദത്തോടു കൂടിയായിരിക്കും ഇത് കൂട്ടിമുട്ടുക. ചില സന്ദേശങ്ങളിൽ പറയുന്നത് ഇത് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രകാശം മാസങ്ങളോളം ഭൂമിയിൽ ഉണ്ടാവുമെന്നാണ് പറയണത്. അതായത് രാത്രി ആയാലും ഒരു ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ ഈ പ്രകാശം ആകാശത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നു. അത്രമാത്രം വലിയ സ്ഫോടനത്തോടു കൂടി ഇത് കൂട്ടിമുട്ടും. കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ
ആകാശം ചുവന്ന നിറത്തിൽ കാണപ്പെടും, കടും കട്ടി ചുവന്ന നിറത്തിൽ. ഈ ഒരു സമയത്തിന് ശേഷം, ഒരു നിശബ്ദതയ്ക്ക് ശേഷം, ക്രൂശിത രൂപം ആകാശത്തിൽ പ്രത്യക്ഷപ്പെടും. ഈ സമയത്ത് ഈ ഭൂമിയിലുള്ള 800 കോടി ജനം മുഴുവനും 7 വയസ്സിന് മുകളിലുള്ള സകലരും മുട്ടിന്മേൽ നിന്ന് മാറത്തടിച്ച് വിലപിക്കും. കാരണം ഇവരെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും, നമ്മുടെ മനസ്സാക്ഷിക്കെതിരെ, അല്ലെങ്കിൽ നമുക്ക് നന്മ തിന്മ തിരിച്ചറിയാനുണ്ടായ പ്രായം മുതൽ ആ നിമിഷം വരെ, ഈ സംഭവം നടക്കുന്നതിൻ്റെ ആ സെക്കൻഡ് വരെ നമ്മൾ ചെയ്ത സകല പാപങ്ങളും ടി വിയിൽ കാണുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ചെയ്ത ഓരോ തിന്മകളും ഒരാൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത് പോലെ നമ്മൾ ചെയ്യാതിരുന്ന നന്മകളും കാണും. ഈ സംഭവം നടക്കുമ്പോൾ ഏകദേശം 2-3 മിനിറ്റ് മുതൽ 15 മിനിറ്റ് നേരം വരെയായിരിക്കും ഈ സംഭവം നടക്കുക. ചില സന്ദേശങ്ങളിൽ പറയണത് 15 മിനിറ്റ് നേരമാണെങ്കിലും 3 മണിക്കൂർ കടന്നു പോയതായിട്ട് നമുക്ക് അനുഭവപ്പെടുമെന്നാണ് ചില സന്ദേശങ്ങളിൽ പറയുന്നത്. എന്താണെങ്കിലും സകലരും അവരവർ ചെയ്ത പാപങ്ങൾ കാണും. ഇതിന് ശേഷം ആൾക്കാർക്ക് മനസ്സിലാവും എന്തിന് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, എന്തിന് ഈശോയുടെ തിരുശരീരത്തിൽ രക്തം ഭക്ഷിക്കണം, എന്തിന് കുമ്പസാരിക്കണം, എന്തിന് കത്തോലിക്ക തിരുസഭ അംഗമാകണം, എന്തിന് വിശുദ്ധിയിൽ ജീവിക്കണം. ഇതിനെല്ലാം ഒരു ഉത്തരം ലഭിക്കും. അങ്ങനെ ലോകം മുഴുവനുള്ള ആളുകൾക്ക് മനസ്സിലാകും സ്വർഗമുണ്ട്, നരകമുണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാവും. വ്യക്തമായി മനസ്സിലായില്ലെങ്കിലും ഏറെക്കുറെ അവർക്ക് മനസ്സിലാവും. പിന്നീട് അവർക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കേണ്ട ദൗത്യമായിരിക്കും ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടായിരിക്കുക. ആമസോൺ കാടുകളിലെ നരഭോജികളായിട്ടുള്ള മനുഷ്യരടക്കം യേശുവാകുന്ന ഏകരക്ഷകൻ അറിയും. ഇങ്ങനെയാണ് ഈശോ പറഞ്ഞതുപോലെ സുവിശേഷം ലോകം മുഴുവനും എത്തും എന്ന ഈശോയുടെ ആ വാക്കുകൾ നിറവേറാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മഹാസംഭവം നടക്കുന്ന ഈ സമയത്ത് നമ്മൾ നമ്മുടെ പാവങ്ങൾ കാണും.